നിർമ്മാണം പൂർത്തിയാകാത്ത സബ് ട്രഷറി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് ജനങ്ങളെ വഞ്ചിച്ച എംഎൽഎ എ.സി. മൊയ്തീനെതിരെ ബി.ജെ.പി. പ്രതിഷേധ ധർണ നടത്തി. നിർമ്മാണം പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയ കുന്നംകുളം സബ് ട്രഷറിയിലേക്ക് പെൻഷൻ വാങ്ങുന്നതിനും മറ്റുമായി നിരവധി വയോധികർ എത്തി നിരാശയായി മടങ്ങുകയാണ്. ഇത് സാധാരണക്കാരെ വഞ്ചിച്ചതിനു തുല്യമാണ്. മറ്റു കെട്ടിടങ്ങൾ പോലെയല്ല സബ് ട്രഷറി കെട്ടിടമെന്നും ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിനുള്ളിൽ തൊഴിലാളികളുടെ ഉടുവസ്ത്രങ്ങൾ ഉണക്കാനിട്ടിരിക്കുകയാണ്. പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ ട്രഷറി എന്ന് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്ന് എംഎൽഎക്ക് അറിയുമോയെന്നും യാഥാർത്ഥ്യങ്ങൾ എംഎൽഎ മനസ്സിലാക്കണമെന്നും പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി.ജെ.പി. മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് പറഞ്ഞു. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് പി.ജെ. ജെബിൻ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. മുനിസിപ്പൽ കൗൺസിലർ ശ്രീജിത്ത് തെക്കേപ്പുറം, ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് എം.വി. ഉല്ലാസ്, ഷജീഷ് കില്ലപ്പൻ എന്നിവർ സംസാരിച്ചു. ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുമേഷ് കളരിക്കൽ, കെ.വി. വിഗീഷ്, സോമൻ കാണിയമ്പൽ, രമ്യ സതീശൻ, രേഷ്മ സുനിൽ, ജിക്സൺ ലോറൻസ് എന്നിവർ നേതൃത്വം നൽകി. നിർമ്മാണം പൂർത്തിയാവാതെ ഇവിടെ പണി പൂർത്തീകരിച്ച മന്ത്രി മുഹമ്മദ് റിയാസാണ് കുന്നംകുളത്ത് വന്നിട്ട് ആ റോഡിന്റെ ചുറ്റിപ്പുറം തൃശൂർ പാതയുടെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. നമുക്കറിയാം, കുന്നംകുളം ജംഗ്ഷൻ വികസനം അതിൽ ഉൾപ്പെട്ടതാണ്. കേച്ചേരിയുടെ ജംഗ്ഷൻ വികസനം അതിൽ ഉൾപ്പെട്ടതാണ്. റോഡരികുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന പദ്ധതി അതിൽ ഉൾപ്പെട്ടതാണ്. സ്ട്രീറ്റ് ലൈനുകൾ അത് ആ റോഡിന്റെ അവസാനം വരെയുള്ളത് അതിൽ ഉൾപ്പെട്ടതാണ്. സീബ്ര ലൈനുകൾ അതുപോലെ അപകട സാധ്യതാ സൂചനാ ബോർഡുകളെല്ലാം അതിൽ ഉൾപ്പെട്ടതാണ്. അതൊന്നും പൂർത്തീകരിക്കാതെ ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ള വീണ്ടും ഒരു ശ്രമം ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കും.